കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ 24,000 കോടിയുടെ പ്രത്യേകമായ ഒരു സാമ്പത്തിക പാക്കേജ് വേണമെന്നായിരുന്നു നമ്മുടെ ധനമന്ത്രിയുടെ കെ എൻ ബാലഗോപാലിന്റെ ആവശ്യം. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് അനുമാനം അങ്ങനെ വരുന്നത് കുറച്ച് വരാം. നമ്മൾ എല്ലാം തുല്യമാവണമെന്ന് പറയുന്നില്ല. പക്ഷേ ആ വീതം വെപ്പിനകത്ത് തന്നെ വല്ലാത്ത വ്യത്യസ്തതകളുണ്ടെന്ന് കണക്ക് കാണിക്കുന്നതാണ് ഇവരുടെ കണക്ക്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞത്. കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെതായ മാത്രമുള്ള വലിയ വാദമൊന്നും ഉന്നയിക്കുന്ന പ്രാദേശികവാദം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇവിടുത്തെ ജനങ്ങൾ. അങ്ങനൊന്നും ചിന്തിക്കുന്നവരല്ല. ഇപ്പോൾ ബീഹാർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. ബീഹാറിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന, വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്ക് ആകെയുള്ള പ്രൊജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന, പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പൊതുവായ സ്ഥിതിയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട്. കേരളത്തെപ്പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല. ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നലത്തെ എക്കണോമിക് സർവേ കേരളത്തിന് അനുകൂലമാണ്. നമുക്ക് എല്ലാ അഭിമാനമുള്ള കാര്യമാണ്. ഒരു പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ല, എല്ലാവരുടെയും കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തെക്കാളും അധികം തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള വളർച്ച എന്ന് കാണാം. ഞാൻ ഓരോന്നും എൻ്റെ ആ ടേബിളുണ്ട്, അവർ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ്. നമുക്ക് ടേബിൾ 2 സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറന്റ് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള നമ്മൾ ഒരു കമ്പാരിസൺ എടുത്താൽ അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല, ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല, അല്പം മെച്ചമാണ് പെർസെൻറ്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത്. അത് ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, വ്യവസായം, സർവീസസ്, അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡ് ആയിട്ട് നോക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതു ശരാശരി 8.5% എന്നൊക്കെ 14 നിന്ന് 8.5% ഗ്രോത്ത് താഴ്ന്നപ്പോൾ നമ്മൾ അവിടെ 12% നിൽക്കുന്നു. ഇങ്ങനെ കണക്കുകളുണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകൾ എടുത്തിട്ട് സങ്കീർണമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച്, എക്കണോമിക് സർവേയുടെ കണക്കനുസരിച്ച് പൊതു കാര്യങ്ങളിലെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിലുള്ള കാര്യം അനുകൂലമായ കാര്യമുണ്ട്. അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഇപ്രാവശ്യം വന്നേക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നുള്ളൂ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ടിങ്കറിംഗ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ്. ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി 2000 സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ്. കേരളത്തിൽ ഈ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടുതൽ സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നൊരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളിലടക്കം വന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു അഭിമാനമാണ്, കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിന് പണം അനുവദിക്കും. കേരളത്തിന് പണം വേണ്ട. ഇതിനവർ 10, 10,000, 5,000 കോടി അനുവദിക്കും. കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് 10, 500 കോടി കിട്ടണമെങ്കിൽ, 250 കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല. കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിങ് ദാറ്റ് ഫെസിലിറ്റി, സോ വി ആർ നോട്ട് പേയിങ്. അപ്പോൾ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ്, ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത്. സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല, ഇപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു. അതിനകത്ത് 2 കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകൾ, മറ്റ് അപ്രന്റീസ്ഷിപ്പ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന് മാത്രമല്ല, നമ്മൾ ടിങ്കറിംഗ് ലാബും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം. കാരണം അത് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഡിനൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു 72,000 കോടി തരേണ്ടടുത്ത് 32,000 കോടിയേ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്.